ഹലോ, ഞാനിന്ന് വേളൂരിക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല രാവിലെ പച്ച വേളൂരി കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് വേളൂരി മാങ്ങയിട്ട് വെക്കാമെന്ന് കരുതി. ഇവിടെ മാങ്ങയിട്ട് വെക്കുന്നതാണ്, അരച്ച് മാങ്ങയിട്ട് വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ വേളൂരി നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് ഞാൻ സാധാ പോലെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഇട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് ഒരു 4 പച്ചമുളക് നേരിയതായിട്ട് കീറിയെടുത്തതും അതേപോലെ ഒരു 10-12 കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതുകൂടാതെ കുറച്ച് കല്ലുപ്പും ഇട്ട് പിന്നെ നമ്മുടെ എൻ്റെ മാങ്ങയെന്ന് വെച്ചാൽ ഒത്തിരി ചെനച്ചതും അല്ല എന്നൊത്തിരി പച്ചയും അല്ലാത്തൊരു മീഡിയം ടൈപ്പ്, വലിയ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കറക്റ്റായിരുന്നു പുളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ. അപ്പോൾ ആ മാങ്ങയും നമ്മൾ ഇട്ട് കൊടുത്ത് ഈ അരപ്പെല്ലാം കൂടെ കുറുകാനായിട്ട് വെച്ച് എപ്പോഴും മീൻകറി വെക്കുമ്പോഴേക്കും അരപ്പ് നന്നായിട്ട് തിളച്ച് ആ മീനിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഗ്യാസ് ചെറിയ തീയിൽ ചെറുതായിട്ട് കിടന്ന് തിളക്കട്ടെ. അതെ, ഇവൻ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഞായറാഴ്ച വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പോൾ വീട്ടിൽ വരും. ജനലൊക്കെ നിന്നുകൊണ്ട് ഭയങ്കര ബഹളമാണ്. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവന് കഴിച്ചുകൊണ്ടിരിക്കണം. ഭയങ്കര വിശപ്പാണ് അവനെപ്പോഴും. അപ്പോൾ ഞാൻ ഇത്തിരി കറിക്ക് വേണ്ടി താളിച്ചിടാനായിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 8-10 ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് നല്ല മെറൂൺ കളറാവുന്നത് വരെ നമ്മളങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നു. മീൻ കറി എപ്പോഴും നമ്മളിങ്ങനെ താളിച്ചിടും. ഇതേപോലെ ഇങ്ങനെ താളിച്ചിട്ട് വെക്കുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. സാധാ നമ്മൾ വാട്ടി വെക്കുന്നതും ഇങ്ങനെ വെക്കുന്നതും രണ്ടാണ്. ഞാനിപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി, അപ്പോൾ അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എണ്ണയും കൂടി ഇങ്ങനെ മുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര കളർഫുള്ളായിരിക്കും, കാണാൻ തന്നെ നല്ല ഭംഗിയുമായിരിക്കും. നമുക്കിപ്പോൾ എരിവൊക്കെ ഇതിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം, നല്ല കറിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഞാൻ കുറച്ച് നേരവും കൂടെ ഒന്ന് ചാറൊന്ന് കുറുകാനായിട്ട് ഇട്ട് പിന്നെ നമ്മൾ മലയാളികളുടെ ഒരു മെയിൻ ഇതാണ് നമുക്ക് ആ ചട്ടിയിലേക്ക് കുറച്ച് 2 സ്പൂൺ ചാറ് അങ്ങോട്ട് ഒഴിച്ച് ആ ചട്ടിയിൽ നിന്നും കൂടെ അങ്ങോട്ട് ഒഴിച്ചില്ലെങ്കിൽ ഭയങ്കര മനസ്സിന് വിഷമമാണ്. അതിലുള്ള എണ്ണയും കൂടെ പോരട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ചെയ്യണത്. അപ്പോൾ കറിയൊക്കെ അത്യാവശ്യം നന്നായി തിളച്ച് ഉപ്പും പുളിയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. തേങ്ങയുടെ അരപ്പ് ചൊവ്വ എല്ലാം മാറി നല്ല ടേസ്റ്റുള്ള ചാറായി. ഇനി നമുക്ക് അതിലേക്ക് വേളൂരി വെട്ടിയതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെട്ടി വെച്ചിരിക്കുന്ന വേളൂരി ഞാനൊരു 5-8 എടുത്ത് മാറ്റി പിള്ളേർക്ക് വറുത്ത് കൊടുക്കാനായിട്ട് ബാക്കിയുള്ളത് എടുത്ത് ഞാൻ ഈ അരപ്പിലേക്ക് ഇട്ട് എന്നിട്ട് നമുക്ക് ഈ വേളൂരി, കൊഴുവ, അതേപോലെ തന്നെ നന്ദൻ, മുള്ളൻ ഈ 4 മീനും ഏറ്റവും വേവ് കുറഞ്ഞ മീനുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് നേരമൊന്നും ഇട്ട് കുറേ നേരം ഇട്ട് ചാറിലിട്ട് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ചാറൊക്കെ നല്ല കുറുകിയതിന് ശേഷം നമ്മൾ ഈ വേളൂരി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഇത്രയും മതിയാകും. തിളച്ചതിന് ശേഷം ചാറൊന്ന് വറ്റി കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലൊരു അടിപ്പം വേളൂരിക്കറിയാണ് വെച്ചേക്കണത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ പുതിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.